Hello, my dear students. JEE 2025 ജാനുവരി ഷിഫ്റ്റിൻ്റെ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കമ്പാരിറ്റീവ്ലി 2024 വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം സ്റ്റാൻഡേർഡ് എന്ന് പറയാമെങ്കിലും ചില ഷിഫ്റ്റുകൾ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് എന്താ പറയുക ഓൺ ദി ഹയർ ലെവൽ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു 29th ജാനുവരി 29th പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ടാണെന്നല്ല സാറ് പറയുന്നത്, ഞാൻ കെമിസ്ട്രിയുടെ കാര്യമാണെന്നും പറയുന്നത്. ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരു സെഷനായിരുന്നു 29th ജാനുവരി, ഈവൻ 28th കമ്പാരിറ്റീവ്ലി ബാക്കി സെഷൻസ് വെച്ച് നോക്കുമ്പോൾ. എക്സാം കഴിഞ്ഞു, നമുക്കതിൻ്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം മക്കളെ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ആൻഡ് ലിസൺ വെരി കെയർഫുള്ളി. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സെഷൻ. ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷനൊക്കെ അടിപൊളിയാക്കാനായിട്ട് നിങ്ങളിത് വളരെയധികം സഹായിക്കും. ഓക്കെ, സോ ലിസൺ കെയർഫുള്ളി. ലെറ്റ് സ്റ്റാർട്ട്. 29th ജാനുവരി ഷിഫ്റ്റ് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഓരോ ക്വസ്റ്റ്യന് മുമ്പും അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏത് ടോപ്പിക്കാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾക്ക് സ്ട്രോങ് അല്ലെങ്കിൽ അതിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നത്, അവിടെ എവിടെയാണ് എനിക്ക് പാളിപ്പോയത് എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോഫൈൽസ് ഫ്രം ദ ഫോളോയിങ് ഇസ്. ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം, GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഇലക്ട്രോഫൈൽസ് എന്ന ഭാഗത്തു നിന്നാണ്. ഓക്കെ, അത് ബേസിക്കലി GOC 1 എന്ന് വേണമെങ്കിൽ പറയാം, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹാലോ ആൽക്കൈൻസ് ഹാലോ അരീൻസിൽ ന്യൂക്ലിയോഫൈൽസ് ഇലക്ട്രോഫൈൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലും നമ്മളിവിടെയൊക്കെ GOC 1 തന്നെയാണ് ഇലക്ട്രോഫൈൽസ് ന്യൂക്ലിയോഫൈൽസിന് ഡിസ്കഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോഫൈൽസ്, ഒരു ജനറൽ എന്താ പറയുക, ഒരു ജനറൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോഫൈൽസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഹാസ് എ ലോൺ പെയർ. ഒരു ലോൺ പെയർ കൊടുക്കാൻ കെൽപ്പുള്ളവരാണ് ന്യൂക്ലിയോഫൈൽസ്. അപ്പോൾ പക്ഷേ ലോൺ പെയറുള്ള എല്ലാ സ്പീഷീസും ന്യൂക്ലിയോഫൈൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ ക്വസ്റ്റ്യൻ ചെറിയ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, തെറ്റുകൾ വരുത്താൻ നല്ല സാധ്യതയുണ്ട്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻസ് പഠിച്ചതിൽ ന്യൂക്ലിയോഫൈൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് അങ്ങനെ നോക്കിയാൽ മതി. ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻ മെക്കാനിസത്തിലൊക്കെ ഇപ്പോൾ NH3 ഒരു ന്യൂക്ലിയോഫൈലാണ്. നിങ്ങൾക്കറിയാം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിലൊക്കെ NH3 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അമോണോളിസിസ് റിയാക്ഷൻസിലൊക്കെ ആൽക്കൈൽ ഹാലൈഡ്സ് പ്ലസ് അമോണിയ ഈസ് ആക്ടിങ് ആസ് എ ന്യൂക്ലിയോഫൈൽ. അതേപോലെ തന്നെ PHSH എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഇറ്റ്സ് ബേസിക്കലി തയോൾ അല്ലേ. അതായത് നമുക്ക് ബേസിക്കലി ഒരു ബെൻസീൻ റിങ് ഉണ്ട് ആൻഡ് SH ഓവർ ഹിയർ. സൾഫറിൻ്റെ ഇവിടെ 2 ലോൺ പെയർ ഉണ്ട് മക്കളെ. ദാറ്റ് ഈസ് ഓൾസോ എ ന്യൂക്ലിയോഫൈൽ. പിന്നെ ഏതാണ്? ഡൈമീഥൈൽ സൾഫൈഡ്. ഡൈമീഥൈൽ സൾഫൈഡ് ഇസ് ഓൾസോ an example of ന്യൂക്ലിയോഫൈൽ. ലോൺ പെയർ ഓൺ സൾഫർ ഉണ്ട്. അതേപോലെ തന്നെ ആൽക്കീൻ. അപ്പോൾ ആൽക്കീൻ നിങ്ങൾ നോക്കുമ്പോൾ ചിലർ പറയും, സാർ ആൽക്കീൻ ന്യൂക്ലിയോഫൈൽ ആണോ? നിങ്ങൾ തന്നെ നോക്കുക മക്കളെ, ആൽക്കീൻസ് അതേപോലെ തന്നെ ആൽക്കൈൻസ് ഒക്കെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടത്തുന്ന ടീംസാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ആൽക്കീൻസ് പ്ലസ് HCl ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ മെക്കാനിസമാണ് അല്ലേ. ഇതിൽ ആദ്യം നടക്കുന്നത് എന്താണ്? ആൽക്കീനെ ഒരു ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. ഏതാണ് ഇലക്ട്രോഫൈൽ? H+ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴും ന്യൂക്ലിയോഫൈലിനെയാണ്. ഓക്കെ, സോ ആൽക്കീൻസ് ആർ ന്യൂക്ലിയോഫൈൽസ്. ഈ കാർബൺ പൈ ബോണ്ട് is basically donating that pi electrons അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ന്യൂക്ലിയോഫൈൽ. H+ എന്ന ഇലക്ട്രോഫൈൽ വന്ന് ആൽക്കീൻസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇലക്ട്രോഫൈൽ ആരെയാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്? ന്യൂക്ലിയോഫൈലിനെ അല്ല. സോ ഡെഫിനറ്റ്ലി ഈത്തീൻ ഇസ് ഓൾസോ an example of a nucleophile. OH- ഡെഫിനറ്റ്ലി ആനയോണിക് സ്പീഷീസ് ആണ്. H3O+. ചിലർ പറയും സാർ H3O+ൽ ഒരു ലോൺ പെയർ ഉണ്ട്. H2O 2 ലോൺ പെയർ ഉണ്ട്, H3O+ൽ ഒരു ലോൺ പെയർ ഉണ്ട്. അത് ന്യൂക്ലിയോഫൈൽ ആയിക്കൂടെയെന്ന്? ഒരിക്കലും അല്ല മക്കളെ. H3O+ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്സിജൻ ഒരു ലോൺ പെയർ ഉണ്ടെങ്കിലും ആ ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി ഡൊണേറ്റഡ്. കാരണം ഓൾറെഡി H2O എന്ന സ്പീഷി ഒരു ലോൺ പെയർ ഡൊണേറ്റ് ചെയ്തിട്ടാണ് H3O+ ആയത്. നൗ ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഒരു ലോൺ പെയറും കൂടി ഡൊണേറ്റ് ചെയ്ത് അത് അൺസ്റ്റേബിൾ ആവാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. സോ ലോൺ പെയർ ഉണ്ടെന്ന് വെച്ചിട്ട് അത് ന്യൂക്ലിയോഫൈൽ അല്ല. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് എ ന്യൂക്ലിയോഫൈൽ. നെക്സ്റ്റ് കീറ്റോൺ ആണ്, അസറ്റോൺ ആണ് മക്കളെ. ഇത് ആക്ച്വലി കുറച്ച് ഒരു ചിലർക്ക് കൺഫ്യൂഷൻ വരാം ഇവിടെ. ഇപ്പോൾ അസറ്റോൺ എടുക്കുകയാണെങ്കിൽ
ഒരു ആർഗ്യുമെൻ്റ് പോകാം. എന്ത്? ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, 2 ലോൺ പെയർ ഉണ്ട്. സോ ബേസിക്കലി ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ. ബട്ട് ടെക്നിക്കലി സ്പീക്കിംഗ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൽഡിഹൈഡ് കീറ്റോൺസ് ഒക്കെ നടത്തുന്ന റിയാക്ഷൻ ഏതാ? ആൽഡിഹൈഡ് കീറ്റോൺസ് ഒക്കെ മേജർലി നടത്തുന്ന റിയാക്ഷൻ ഏതാ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാർബണിൽ കോമ്പൗണ്ട്സിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് നടത്തുന്നത്. അതായത് ഒരു ന്യൂക്ലിയോഫൈലാണ് ഇവരെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഒരു ന്യൂക്ലിയോഫൈല് പുറത്തുനിന്ന് ഒരു ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യും. ബിക്കോസ് ദിസ് കാർബൺ ഹാസ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, ഓക്സിജൻ ഹാസ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. കറക്റ്റാ, ഓക്സിജൻ്റെ അവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. ബട്ട് അവർ ബേസിക്കലി ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു ഇലക്ട്രോഫൈലായിട്ടാണ്. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ വെരി റെയർ സിറ്റുവേഷൻസ് വെയർ ദേ ക്യാൻ ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ. ഫോർ എക്സാമ്പിൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോട്ടോണേഷൻ നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ ആൽഡിഹൈഡ് കീറ്റോൺസിനെ ഒരു പ്രോട്ടോണേഷൻ നടത്തുകയാണെങ്കിൽ H+ വന്ന് ഓക്സിജനിൽ അറ്റാക്ക് ചെയ്യും, പ്രോട്ടോണേറ്റഡ് ആൽഡിഹൈഡ് കീറ്റോൺ കിട്ടും. പക്ഷെ അത് വളരെ റെയർ കേസാണ്. അത് നമ്മൾ ആക്ച്വലി ഇത്തരം ക്വസ്റ്റ്യൻസിൽ അങ്ങനെ കൺസിഡർ ചെയ്യണ്ട. വാട്ട് ആർ ദ റിയാക്ഷൻസ് ദാറ്റ് ദേ മേജർലി അണ്ടർഗോ? ആൽഡിഹൈഡ് കീറ്റോൺസ് മേജർലി എന്താണ്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. ന്യൂക്ലിയോഫൈൽ പുറത്തുനിന്ന് വന്ന് അറ്റാക്ക് ചെയ്യും. ദാറ്റ് മീൻസ് ആൽഡിഹൈഡ്സും കീറ്റോൺസും അവിടെ ഇലക്ട്രോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ മക്കളെ? ദേ ആർ ആക്ടിങ് ആസ് ഇലക്ട്രോഫൈൽ. ഞാനൊരു സിമ്പിൾ ക്ലൂ തരാം. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും റിലയബിളായ ക്ലെയ്ഡൻ എന്ന് പറഞ്ഞ ഓർഗാനിക് കെമിസ്ട്രിയുടെ അതായത് വൺ ഓഫ് ദ ഗോഡ് ലെവൽ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ടീച്ചേഴ്സും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെൻ കാർബൺ is attached to an electronegative atom using a double bond, using a pi bond, അങ്ങനെ വരുമ്പോഴൊക്കെ കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജൻ, കാർബൺ ഡബിൾ ബോണ്ട് നൈട്രജൻ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ദേ വിൽ ആക്ട് ആസ് എൻ ഇലക്ട്രോഫൈൽ. അവർ ഇലക്ട്രോഫൈൽസ് ആണ്. കാര്യം എന്താണ്? കാർബൺ when they are attached to an electronegative atom using a double bond, ഈ കാർബണിൻ്റെ അവിടെ വലിയൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും. ഓക്കെ, ആൻഡ് ഇവിടെയാണ് അറ്റാക്ക് നടക്കുന്നത്. അതൊരു ഇലക്ട്രോഫിലിക് സെൻറ്റർ ആണ്. ന്യൂക്ലിയോഫൈൽസ് പുറത്തുനിന്ന് വന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യും. കാര്യം ഇവിടെ ലോൺ പെയർ ഉണ്ടെങ്കിലും ഇറ്റ് ഇസ് മോർ ഓഫ് എൻ ഇലക്ട്രോഫൈൽ ദാൻ എ ന്യൂക്ലിയോഫൈൽ. ഓക്കെ, സോ ഇങ്ങനെ ഓർത്താൽ മതി മക്കളെ. വെൻ കാർബൺ ഇസ് അറ്റാച്ച്ഡ് ടു എൻ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, വെരി ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ, യൂസിങ് എ ഡബിൾ ബോണ്ട്, അവരെ ഇലക്ട്രോഫൈലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാര്യം ഓക്സിജൻ നൈട്രജനിലൊക്കെ ലോൺ പെയർ ഉണ്ടെങ്കിലും ദേ വിൽ ബി അറ്റാക്ഡ് ബൈ എ ന്യൂക്ലിയോഫൈൽ. പുറത്തുനിന്നൊരു ന്യൂക്ലിയോഫൈൽ വന്ന് അവർ അറ്റാക്ക് ചെയ്യും. അതായത് അവർ ഒരു ഇലക്ട്രോഫൈലായിരിക്കും. ഓക്കെ ആണോ മക്കളെ? സോ ബേസിക്കലി ദിസ് ഇസ് എൻ ഇലക്ട്രോഫൈൽ. കീറ്റോൺസ് ഒരു ഇലക്ട്രോഫൈലാണ്. അതേപോലെ തന്നെ ഇമൈൻസ്, ഇവരെ നോക്കിക്കാൻ മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൂ തന്നെ. കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു നൈട്രജൻ യൂസിങ് എ ഡബിൾ ബോണ്ട്. അഗെയിൻ അതൊരു ഇലക്ട്രോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് ക്ലെയ്ഡൻ എന്ന ഓർഗാനിക് കെമിസ്ട്രി ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിലും പറയാറുണ്ട് മക്കളെ. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ലോജിക് യൂസ് ചെയ്താലും മതി. ഇവരൊക്കെ അണ്ടർഗോ ചെയ്യുന്ന റിയാക്ഷൻ ഇതാണ്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനാണ് ഇവർ അണ്ടർഗോ ചെയ്യുന്നത്. ന്യൂക്ലിയോഫൈൽസ് പുറത്തുനിന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. സോ ബേസിക്കലി ഇവിടെ ആൻസർ എത്രയാണ് വരിക? 1 2 3 4 5 5 ഇവിടെ ആൻസർ വരിക. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷെ ഇത്രയും ട്രിക്ക് ചെയ്തുള്ളതുകൊണ്ട് ചിലവരെന്ത് ചെയ്യും, 7 മാർക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ബട്ട് 5 ഇസ് ദി ആൻസർ. ദ ബെസ്റ്റ് ആൻസർ 5 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് സാർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു വെറുതെ 5 എന്നുള്ളത്. ഇവിടെ ഡൗട്ട് വരാൻ സാധ്യതയുള്ള കീറ്റോൺസും ഇമൈൻസിൻ്റെയും കേസാണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ.